നമസ്കാരം. ഇന്നലെ രാത്രി വൈകിയാണ് പെൺകുട്ടിയെ കണ്ടെത്തി എന്ന ആശ്വാസ വാർത്ത എത്തിയത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്തു നിന്നും താമ്പരം എക്സ്പ്രസ്സിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി തീവണ്ടിയിലുണ്ടെന്ന സൂചന ലഭിച്ച് എത്തിയ മലയാളി അസോസിയേഷൻ ഭാരവാഹികളാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. ഭക്ഷണം കഴിക്കാതെ ക്ഷീണിതയായിരുന്ന കുട്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒപ്പം കുറച്ച് കുട്ടികളുമുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. RPF സംരക്ഷണയിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. കാണാതായി 37 മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിക്കായി കേരളത്തിലും തമിഴ്നാട്ടിലും പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു. മാതാപിതാക്കളായ അൻവർ ഹുസൈനോടും പർബിൻ ബീഗത്തോടും പിണങ്ങി ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. സഹോദരങ്ങളോട് വഴക്കുകൂടിയതിന് രക്ഷിതാക്കൾ ശാസിച്ചതാണ് കാരണം. ഏകദേശം ഒരു മാസം മുൻപാണ് ഇവർ തിരുവനന്തപുരത്ത് താമസമാക്കുന്നത്. 50 രൂപ മാത്രമാണ് പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്നത്. വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗും എടുത്തിരുന്നു. മാതാപിതാക്കൾ വൈകിട്ട് 4:00ഓടെയാണ് വിവരം കഴക്കൂട്ടം പോലീസിൽ അറിയിച്ചത്. പിന്നാലെ CCTV അടക്കം പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ചാനൽ വാർത്തകൾ കണ്ട് ഇന്നലെ പുലർച്ചെ ബബിത എന്ന വിദ്യാർത്ഥിനി കന്യാകുമാരിക്കുള്ള തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന തസ്മിത് എന്ന കുട്ടിയുടെ ചിത്രം പോലീസിന് അയച്ചു നൽകിയിരുന്നു. തീവണ്ടിയിൽ ഇരുന്ന് കരയുന്ന കുട്ടിയെ കണ്ട് സംശയം തോന്നിയാണ് ചിത്രം പകർത്തിയത്. ഇതോടെ പെൺകുട്ടി കന്യാകുമാരിയിലേക്കാണ് പോയതെന്ന് മനസ്സിലായി. പിന്നീട് കേരള, തമിഴ്നാട് പോലീസും RPFും റെയിൽവേ സ്റ്റേഷനുകളിലും പുറത്തുമൊക്കെ വ്യാപക പരിശോധന നടത്തി. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരുമെല്ലാം പങ്കാളികളായി. ഇതിനിടയിലാണ് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുട്ടി വെള്ളമെടുത്ത് വീണ്ടും ട്രെയിനിൽ കയറുന്ന CCTV ദൃശ്യം ലഭിക്കുന്നത്. ഇതിന് പിന്നാലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. ചെന്നൈ എഗ്മോറിലേക്ക് ഇതേ ബോഗികൾ ഉപയോഗിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 5:50 പോകുന്ന വണ്ടിയിൽ കുട്ടി കയറുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടെ അന്വേഷണം ചെന്നൈയിലേക്ക് തിരിഞ്ഞു. 1.5 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇന്നലെ രാത്രി 10:30യോടെ കുട്ടിയെ കണ്ടെത്തി എന്ന വാർത്ത എത്തിയത്. പിതാവിനെ പോലീസ് വാർത്ത വിളിച്ചറിയിക്കുകയായിരുന്നു. മകളെ തിരിച്ചു കിട്ടാൻ അമ്മ ചൊല്ലിയ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു അത്. ശകാരിക്കുന്നതിനിടെ മകളെ അടിച്ചതിൻ്റെ വേദനയിൽ വെന്തുരുകുകയായിരുന്നു ആ അമ്മ. അനുജത്തിയുമായി വഴക്കടിച്ചതിൻ്റെ പേരിലാണ് മകളെ തല്ലിയത്. അതിനവൾ വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്ന് കരുതിയില്ല എന്ന് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് വീട്ടിലെത്തിയവരോട് അമ്മ പറഞ്ഞു. കഴക്കൂട്ടത്തെ സ്കൂളിൽ 1 വർഷമായി കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനൊപ്പം താമസിക്കാൻ 1 മാസം മുൻപാണ് യുവതിയും കുട്ടികളും അസമിൽ നിന്ന് എത്തിയത്. ഇവിടെ സുഖമായി ജീവിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞതനുസരിച്ചായിരുന്നു മക്കളുമായി അവർ കേരളത്തിലേക്ക് ട്രെയിൻ കയറിയത്. കാണാതായ കുട്ടി ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിൽ കയറുന്നത് അന്നാണ്. കഴക്കൂട്ടത്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിത വേദന ഈ കുടുംബത്തെ തേടിയെത്തിയത്. സഹോദരി തന്നെ അടിക്കുന്നതായി ഇളയ മകൾ ഫോണിൽ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് സ്കൂളിലെ ജോലിക്കിടെ അവർ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ദേഷ്യത്തിൽ കുട്ടിയെ അടിച്ച ശേഷം തിരികെ സ്കൂളിലേക്ക് പോയി. ഒരടി കൊടുത്തതിൻ്റെ പേരിൽ മകൾ എന്തിനു വീട് വിട്ടിറങ്ങിപ്പോയി എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിന്ന കുടുംബത്തിന് മുന്നിലേക്കാണ് രാത്രി ആശ്വാസവാർത്ത എത്തിയത്. ചൊവ്വാഴ്ച പകലും രാത്രിയും തിരഞ്ഞിട്ടും കാണാതായ 13-കാരിയെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരിക്കെ ആദ്യ തുമ്പായത് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന ബബിത എന്ന യാത്രക്കാരി എടുത്ത ചിത്രമാണ്. അതുവരെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഊഹം വെച്ച് തപ്പിത്തടഞ്ഞ പോലീസിന് ഇന്നലെ പുലർച്ചെയാണ് പിടിവള്ളിയായി ഈ ഫോട്ടോ കിട്ടിയത്. നാട് മുഴുവൻ വീശിയടിച്ച വലിയ കാറ്റിൻ്റെ ശബ്ദം കേട്ട് പുലർച്ചെ 3-ന് ഉറക്കമുണർന്ന ബബിത അത് സംബന്ധിച്ച് വാർത്തയുണ്ടോ എന്നറിയാൻ ഓൺലൈനിൽ തിരഞ്ഞപ്പോഴാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്ത കണ്ടത്. അതിലെ ചിത്രം താൻ ഉച്ചയ്ക്ക് ട്രെയിനിൽ നിന്ന് പകർത്തിയ കുട്ടിയുടേത് തന്നെയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് അവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ബബിത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നെയ്യാറ്റിൻകരയിലെ വീട്ടിലേക്ക് പോകാൻ കൂട്ടുകാരിയുമൊത്ത് ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറിയത്. എതിർ സീറ്റിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ കണ്ടാണ് ബബിത ശ്രദ്ധിച്ചത്. മൊബൈൽ ഫോണിൽ ചിത്രമെടുത്തതും അതുകൊണ്ടാണ്. ഇത് കണ്ട് പെൺകുട്ടി ദേഷ്യപ്പെടുകയും ചെയ്തു. പിന്നിലെ സീറ്റിൽ കുട്ടികളടക്കം കുറച്ച് ഇതര സംസ്ഥാന യാത്രക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെയുള്ള കുട്ടിയാകാമെന്നും വഴക്കിട്ടതാകാമെന്നുമാണ് കൂട്ടുകാർ പറഞ്ഞത്. ബബിത നെയ്യാറ്റിൻകരയിലും കൂട്ടുകാർ പാറശാലയിലും ഇറങ്ങി. അപ്പോഴും പെൺകുട്ടി ട്രെയിനിലുണ്ടായിരുന്നു. കന്യാകുമാരിയിലെ ട്രെയിൻ ശുചീകരണ തൊഴിലാളി, ഓട്ടോ ഡ്രൈവർ എന്നിവരും കുട്ടിയെ കണ്ടതായി മൊഴി നൽകിയിരുന്നു.